വർണ്ണനൂലുകൾ ഇഴചേർത്ത് തങ്ങളുടെ സ്വപ്നങ്ങൾ നെയ്തെടുക്കാൻ ബോംബെ മഹാനഗരത്തിലേക്ക് മലയാളി നടത്തിയ കുടിയേറ്റത്തിൻ്റെ ചരിത്രരേഖയാണ് ദാദർ നായർ സമാജം. മുംബൈ മലയാളിയുടെ പ്രവാസ ചരിത്രത്തിന് കൃത്യമായ അടയാളപ്പെടുത്തലുകളില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 102 വർഷങ്ങളുടെയെങ്കിലും പഴക്കമുണ്ട് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് 1923 രൂപീകൃതമായ മുംബൈയിലെ ദാദർ നായർ സമാജം. എൻ്റെ പേര് സച്ചിൻ മേനൻ. ഞാൻ അന്തർദേശീയ കൺസൾട്ടിംഗ് കമ്പനിയായ KPMGയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായും സീനിയർ പാർട്ട്ണറായും സേവനമനുഷ്ഠിച്ചു വരികയാണ്. കഴിഞ്ഞ 30 വർഷമായി ഞാൻ നായർ സമാജത്തിൻ്റെ ചെയർമാൻ്റെ ചുമതല വഹിക്കുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ഒരു മലയാളി പ്രസ്ഥാനമായ പ്രവാസി പ്രസ്ഥാനമായ നായർ സമാജത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ 102 വർഷമായി ജോലി തേടി മുംബൈയിലെത്തിയ ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഭക്ഷണവും പാർപ്പിടവും നൽകി അവരുടെ ജീവിതത്തിലൊരു അത്താണിയായി നായർ സമാജം ദാദർ ഇന്നും നിലകൊള്ളുകയാണ്. ഇത്തരമൊരു സഹായഹസ്തമുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങളിൽ പലരും അവരിപ്പോൾ ഇരിക്കുന്ന ഔന്നത്യത്തിൽ എത്തുമായിരുന്നില്ല എന്നത് വാസ്തവമാണ്. കേരളത്തിൽ നിന്നെത്തുന്ന യുവാക്കൾക്ക് ഒരു താമസ സ്ഥലം എന്നതിലുപരി സമാജം ഇന്ന് വളർന്നു കഴിഞ്ഞു. നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യവും സംസ്കാരവും കാത്തുരക്ഷിക്കുന്നതിന് നായർ സമാജം എന്നും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ആദ്യമായി കേരളത്തിൻ്റെ തനതായ കലകളും ആയുർവേദ ചികിത്സാ രീതിയും ബോംബെ നിവാസികൾക്ക് പരിചയപ്പെടുത്താനും സാമ്പത്തികമായി വിഷമനുഭവിക്കുന്ന ആളുകൾക്ക് പഠനത്തിനും ചികിത്സയ്ക്കും കൈയച്ചു സഹായം ചെയ്യുവാനും എന്നും സമാജം മുന്നോട്ട് വന്നിരുന്നു. ഈ ഒരു പ്രസ്ഥാനത്തിന് ബീജാവാപം ചെയ്ത ശ്രീ കുഞ്ഞപ്പ നായരെയും കൂട്ടുകാരെയും ഈ പ്രസ്ഥാനത്തെ തുടർന്ന് മുന്നോട്ട് നയിച്ച 100 കണക്കിന് നേതാക്കളെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. കഴിഞ്ഞ 30 വർഷക്കാലം ഈ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനായി എന്നെ തിരഞ്ഞെടുത്ത എൻ്റെ സുഹൃത്തുക്കളോടും ഈ സ്ഥാപനത്തിൽ സ്ഥാപകരായി മൺമറഞ്ഞു പോയ പൂർവികരോടും ഈ ശതവർഷാഘോഷവേളയിൽ ഞാൻ അകൈതവമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പ്രസ്ഥാനം ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും ഈ 100ാം വാർഷിക വേളയിൽ ഒരു ഉല്ലാസഭരിതമായ സഹായം നേരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈസ്റ്റ് ഇന്ത്യ മാഞ്ചസ്റ്റർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബോംബെ തുണിമിൽ വ്യവസായത്തിൻ്റെ കേന്ദ്രമായിരുന്നു. 1838 സ്ഥാപിതമായ ടൈംസ് ഓഫ് ഇന്ത്യ, 1854 ആരംഭിച്ച ബോംബെ സ്പിന്നിംഗ് ആൻഡ് വീവിംഗ് കമ്പനി തുടങ്ങിയ സ്ഥാപനങ്ങൾ തൊഴിലവസരങ്ങൾ തുറന്നതോടെ ഈ തുറമുഖ നഗരത്തിലേക്ക് മത്സ്യത്തൊഴിലാളികൾ, കച്ചവടക്കാർ, മിൽ തൊഴിലാളികൾ എന്നിവരുടെ കുടിയേറ്റം ക്രമാതീതമായി വർദ്ധിച്ചു. ഇവർക്കിടയിലേക്ക് 1920കളുടെ തുടക്കത്തിൽ മിൽ തൊഴിലാളികളായും പത്രമാപ്പീസ് ജീവനക്കാരുമായി കേരളത്തിൽ നിന്നും നിരവധി നായർ യുവാക്കളും ഈ നഗരത്തിലെത്തി. അക്കാലത്ത് മാട്ടുങ്ക ഭാഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ദക്ഷിണേന്ത്യൻ ഭക്ഷണശാലകളിൽ അബ്രാഹ്മണർക്ക് മേൽ നിലനിന്നിരുന്ന പ്രവേശന വിലക്കിനെതിരെ രൂപം കൊണ്ട ഒരു സാമൂഹ്യ പ്രതിരോധത്തിൻ്റെ, പ്രതിഷേധത്തിൻ്റെ ബാക്കി പത്രം കൂടിയാണ് ദാദർ നായർ സമാജം. ഞാൻ പി സുരേഷ്, പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പോൾ ബോംബെ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യാണ്. ഞാൻ 1978 മുതൽ നായർ സമാജവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. കഴിഞ്ഞ എത്രയോ വർഷക്കാലമായിട്ട് അതിൻ്റെ പല ഭാരവാഹിത്വവും വഹിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ 5-6 വർഷമായിട്ട് അതിൻ്റെ പ്രസിഡൻ്റാണ്. നമ്മുടെ കാലയളവിൽ ഈ നായർ സമാജിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ബോംബെയിലെ നായന്മാരെ അപേക്ഷിച്ചിട്ട് അവർക്ക് ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാവിധ സഹായ സൗകര്യങ്ങളും ഒരുക്കിയ ഒരു വലിയ സ്ഥാപനമാണ് നായർ സമാജ്. അതിൻ്റെ ഒരു ഭാഗഭാക്കാവാൻ സാധിച്ചതിലും അതിൻ്റെ കൂടെ നിൽക്കാൻ സാധിച്ചതിലും എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഐ ആം വൺ ഓഫ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മാൻ. I can say that actually see that this successful celebration will certainly motivate us to go for further heights, and we are very very sure that in future we will be reaching far more heights, and actually Nair Samaj will be doing
exceedingly well in the coming days. Thank you very much. 1923 കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയായ ശ്രീ TK കുഞ്ഞപ്പൻ നായരുടെ നേതൃത്വത്തിൽ 10ഓളം നായർ യുവാക്കൾ ഒത്തുചേർന്ന് ദാദർ നായർ സമാജത്തിന് ദീർഘവീക്ഷണത്തോടെ അടിത്തറ പാകി. ശ്രീ TK കുഞ്ഞപ്പൻ നായർ സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. തുടക്കകാലങ്ങളിൽ മലബാറിൽ നിന്നുള്ള ചെറുപ്പക്കാരുടെ മാത്രം ആശ്രയ കേന്ദ്രമായിരുന്നു ഈ സംഘടനയെങ്കിലും കാലക്രമേണ ഈ മഹാനഗരത്തിലേക്ക് തൊഴിൽ തേടിയെത്തിയ നിരവധി നായർ യുവാക്കൾക്ക് അന്നവും ആശ്രയവും വിശിഷ്യ മേൽവിലാസവുമായി ദാദർ നായർ സമാജം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇന്നും തലയെടുപ്പോടെ തണൽ വിരിച്ചു നിൽക്കുന്നു. നമസ്കാരം, ഞാൻ പ്രഭാകരൻ നമ്പ്യാർ. കഴിഞ്ഞ 5 വർഷമായി നായർ സമാജത്തിൻ്റെ ട്രഷറർ സ്ഥാനം വഹിക്കുന്നു. കേരളത്തിൽ നിന്ന് ആർക്കോണം വഴി ബോംബെയിലേക്കുള്ള യാത്ര എത്തി നിൽക്കുന്നത് ദാദർ നായർ സമാജത്തിലേക്ക്. ഗതകാല സ്മരണകൾ ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു. ബോംബെയിലെ ഏറ്റവും പഴക്കം ചെന്ന മലയാളി കൂട്ടായ്മയാണ് ശ്രീ TK കുഞ്ഞപ്പൻ നായരുടെ നേതൃത്വത്തിൽ 1923 സ്ഥാപിതമായ നായർ സമാജം. പ്രഗത്ഭരും സേവന തൽപരരുമായ ഒരു കൂട്ടം നായർ സമുദായ അംഗങ്ങൾ എന്നും ഈ സ്ഥാപനത്തെ സംരക്ഷിച്ചു പോന്നിരുന്നു. 1983 സമാജത്തിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷവേളയിൽ അന്നത്തെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും. നീണ്ട 42 വർഷങ്ങൾക്ക് ശേഷം ദാദർ നായർ സമാജം അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിലും അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറ്റവും സന്തോഷമുണ്ട്. ശ്രീ കുഞ്ഞപ്പൻ നായരുടെ കുടുംബവേരുകൾ തേടി അദ്ദേഹത്തിൻ്റെ പേരാമ്പ്രയിലെ തറവാട് ഭവനത്തിലേക്കുള്ള യാത്രയും 100 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ കുഞ്ഞപ്പൻ നായർ ബോംബെയിലേക്ക് സഞ്ചരിച്ച വഴിയും എന്നിൽ ഏറെ അനുഭൂതി ഉളവാക്കി. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന തറവാട് ഭവനത്തിലെ മണ്ണിൽ ഒരു നിമിഷം ധ്യാന നിമഗ്നനായി നായർ സമാജം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. ഈ അവസരത്തിൽ ദാദർ നായർ സമാജത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. വരും തലമുറ ഈ സ്ഥാപനത്തെ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പ്രത്യാശിക്കട്ടെ. താമസം, ഭക്ഷണം, സാമൂഹ്യ സംരക്ഷണം, തൊഴിൽ സാധ്യതകൾ, കേരളത്തിൻ്റെ പാരമ്പര്യ ചികിത്സാ സൗകര്യങ്ങൾ, മലയാള നാടിൻ്റെ തനത് കലാസാംസ്കാരിക പൈതൃകം എന്നിവ ലക്ഷ്യമിട്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചു വരുന്ന ദാദർ നായർ സമാജം ശതാബ്ദിയുടെ നിറവിൽ അഭിമാനത്തോടെ നിലകൊള്ളുന്നു. നമസ്കാരം, ഞാൻ ഉണ്ണി മേനോൻ, ഈ സമാജത്തിൻ്റെ ഇന്നത്തെ സെക്രട്ടറിയാണ്. 102 വയസ്സായ നമ്മുടെ നായർ സമാജം ബോംബെയുടെ ഹൃദയഭാഗമായ ദാദറിൽ സ്ഥാപിച്ച നമ്മുടെ എല്ലാ പൂർവികന്മാരെയും കൂടാതെ ഈ സമാജം തുടങ്ങാൻ വഴിതെളിച്ച സ്ഥാപക നേതാവായ ശ്രീ TK കുഞ്ഞപ്പൻ നായരെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മഹാരഥിമാരെയും നന്ദിപൂർവ്വം സ്മരിച്ചുകൊള്ളുന്നു. ഞാൻ നായർ സമാജത്തിലെ ഒരു അംഗമാകുന്നത് ദിവംഗതനായ നമ്മുടെ പ്രസിഡന്റ് ശ്രീ വിജയൻ നായർ മുഖേനയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്മരിച്ചുകൊള്ളുന്നു. നായർ സമാജത്തിൻ്റെ സെക്രട്ടറിയായി 2021 എന്നെ തിരഞ്ഞെടുക്കുകയും ഈ സെന്റിനറി ആഘോഷത്തിൻ്റെ ഭാഗമാകാനും ഈ ചെറിയ കാലയളവിൽ ഹോസ്റ്റലും സമാജം ബിൽഡിങ്ങും നവീകരിക്കാനും കഴിഞ്ഞതിൽ കൃതാർത്ഥനാണ്. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാ കമ്മിറ്റി മെമ്പർമാരെയും കൂടാതെ നായർ സമാജ് ഫാമിലി മെമ്പർമാരെയും ഈ സെന്റിനറി ഒരു വലിയ ആഘോഷമാക്കി മാറ്റാൻ കൂടെ നിന്ന് സഹായിച്ച എല്ലാ വ്യക്തികളെയും പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഇന്ന് മുളുണ്ട് മഹാകവി കാളിദാസ നാട്യമന്ദിറിൽ പ്രൗഢഗംഭീരമായ ഈ വേദിയിൽ ദാദർ നായർ സമാജത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിന് തിരിതെളിയുന്ന ഈ സുദിനത്തിൽ നിശ്ചയദാർഢ്യത്തോടെയും ലക്ഷ്യബോധത്തോടെയും ഈ സംഘടനയ്ക്ക് രൂപം നൽകുകയും തുടർന്ന് വിവിധ കാലയളവുകളിലായി ദാദർ നായർ സമാജത്തിന് മികച്ച നേതൃത്വം നൽകുകയും ചെയ്ത എല്ലാ പൂർവസൂരികളെയും ഈ അവസരത്തിൽ സ്നേഹപൂർവം സ്മരിക്കുന്നതോടൊപ്പം ഇന്ന് ഈ ആഘോഷ പരിപാടികളിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സന്നിഹിതരായ വിശിഷ്ട അതിഥികൾക്കും പ്രിയ സുഹൃത്തുക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കും സമാജം കുടുംബാംഗങ്ങൾക്കും ദാദർ നായർ സമാജ്
ഭരണസമിതിയുടെ സ്വാഗതം, സ്നേഹ സ്വാഗതം.